പൊന്നുപോലെ നോക്കിക്കൊള്ളാൻ തന്നെ ഞാൻ. ഒരു കാലത്തും കൈവിടില്ല, ഒരു കാലത്തും. പ്ലീസ്. എന്നാലും ആ ചെറുക്കൻ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞിട്ട് പോയല്ലോ എന്ന് ഓർക്കുമ്പോ ഈശ്വര, എനിക്ക് അങ്ങോട്ട് ആദ്യം അടങ്ങുന്നില്ലല്ലോ. ഇനിയിപ്പൊ ആദ്യം പിടിച്ചിട്ട് എന്താ കാര്യം? ഈ നാട്ടിൽ നടക്കുന്ന കാര്യം തന്നെയാണല്ലോ പെണ്ണിനെ വിളിച്ചോണ്ട് വരുന്നത്. പിന്നെ എന്താന്ന് വെച്ചാല് വേറെ ആരായിരുന്നാലും കുഴപ്പമില്ലായിരുന്നു. ഇതാ അഞ്ജലി ആയി പോയില്ലേ, അതാ എനിക്ക് അങ്ങോട്ട് ദഹിക്കാത്ത. അഞ്ജലിക്ക് എന്തോ കുഴപ്പം? അവളെന്തോ പെണ്ണല്ലേ? അവളെ നിങ്ങളെല്ലാം കണ്ടുപിടിച്ച കാവ്യയില്ലേ, അവളെക്കാട്ടി നല്ല പെണ്ണ, നല്ല ഉശിരുള്ള പെണ്ണ്, ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ. അർജുന്റെ പെണ്ണുമ്പിള്ള സെലക്ഷൻ അത് സൂപ്പർ ആണെന്നേ ഞാൻ പറയുള്ളൂ. ഗോവിന്ദേട്ടൻ പറഞ്ഞത് തന്നെയാ എനിക്കും പറയാനുള്ളത്. അർജുന് കാവ്യയെക്കാട്ടി ചേരുന്നത് അഞ്ജലി തന്നെയാ. ഒന്ന് നിർത്തുന്നുണ്ടോ രണ്ടാളും? ഒരു കുഞ്ചലി. അർജുന് ചേരുമോ ചേരില്ലയോ എന്ന് കണ്ടുപിടിക്കാനല്ല നമ്മൾ ഇവിടെ നിൽക്കുന്നത്. ഈ കുരുക്കിൽ നിന്ന് നമ്മുടെ ചെക്കനെ എങ്ങനെ രക്ഷിച്ചെടുക്കാന്ന് ആലോചിക്കാനാ. നടന്നത് തന്നെ രമ്യ കുഞ്ഞമ്മ പറഞ്ഞു തന്നെയാ ശരി. അച്ചുവേട്ടന് കാവ്യ ചേച്ചിയേക്കാൾ നന്നായിട്ട് അഞ്ജലി ചേച്ചി തന്നെയാ ചേരുന്നത്. നിങ്ങളോട് ആരെങ്കിലും അഭിപ്രായം ചോദിച്ചോ? കേറിപ്പൊടി. അവിടെ ഒരു ശരിയും തെറ്റും. ആരെന്തു പറഞ്ഞാലും കാവ്യമോളെ മാത്രമേ ഞാൻ എന്റെ മരുമകളായിട്ട് അംഗീകരിക്കൂ. അതിലൊരു മാറ്റവും ഇല്ല, പറഞ്ഞേക്കാം. എടോ, താൻ പറയുന്നത് എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നമ്മളെ തമ്മിൽ തെറ്റിക്കാൻ ഏതോ ഒരുത്തൻ എന്തോ അപവാദം പറഞ്ഞെന്ന് വെച്ച്. എന്തോ ഒരു അപവാദമല്ല, നഗ്നമായ സത്യം. എടോ, ഇത് എന്നോട് പറഞ്ഞത് എന്റെ മോളാ. അവക്കെന്താ നമ്മളെ തമ്മിൽ തെറ്റിച്ചിട്ട് കാര്യം? അതൊക്കെ ശരി തന്നെ. എന്നാലും താൻ എന്നൊന്ന് വിശ്വസിക്കേ. ഇതൊക്കെ ഒന്ന് പരിശോധിച്ചല്ലാതെ പിന്നെ ഞാൻ. എടോ, എങ്ങനെ വിശ്വസിക്കൂടോ തന്നെ? താൻ ഇന്നേ വരെ പറഞ്ഞ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? എടോ, ഉണ്ടോന്ന്? ഓരോ തവണയും തന്റെ വാക്കും കേട്ട് ഞാൻ ഓരോന്നിനെ ഇറങ്ങി അങ്ങ് പുറപ്പെടും. അവസാനം പിള്ളേരുടെ അമർചിത്ര കഥയിലെ മന്ത്രവാദികളെ പോലെ സകല പരിപാടികളും പൊളിഞ്ഞ് പാളീസാവുകയും ചെയ്യും. കഥയുടെ ക്ലൈമാക്സ് തന്റെ മോനും ആ അഡ്വക്കേറ്റ് അഞ്ജലിയും കൂടെ മായാവിയെ പോലെ നൈസായിട്ട് അങ്ങ് പറന്നു പോവുകയും ചെയ്യും. അതാണ് നടന്നത്, ഇല്ലെങ്കിൽ നടക്കാൻ പോകുന്നത്. അപ്പോഴും എന്റെ കൊച്ചിന്റെ കണ്ണുനീര് മാത്രം ബാക്കി. നോക്ക് രാഘവ, താൻ ഒരു കാര്യം മനസ്സിൽ കുറിച്ചിട്ടോ, ഇനി ഒരിക്കൽ കൂടി എന്റെ കൊച്ചിന്റെ കണ്ണുനീര് ഇവിടെ വീഴാനിടയായ വെച്ചേക്കില്ല ഞാൻ ഒരുത്തനെ. അതിപ്പോ തന്തയായാലും ശരി, മോനായാലും ശരി. അറിയാലോ തനിക്കെന്നെ. എടോ കുറുപ്പേ, താനിതൊന്ന് കേൾക്ക്. ദിസ് ഈസ് ഫോർ ദ ലാസ്റ്റ് ടൈം. ഞാനിപ്പോ അവസാനമായിട്ട് പറയാ, ഞാൻ ഏറ്റെടുത്ത് ഇപ്പോ ട്രയൽ നടന്നുകൊണ്ടിരിക്കുന്ന തന്റെ മകന്റെയും പത്മയുടെയും കേസൊന്ന് കഴിഞ്ഞോട്ടെ. അർജുൻ കാവ്യ വിവാഹം ഈ ഞാൻ നടത്തി തരും. അതിന് ഞാനൊരു പ്ലാൻ കണ്ടെത്തിയിട്ടുണ്ട്, ഒരു സൂപ്പർ മാസ്റ്റർ പ്ലാൻ. താൻ എന്നെ ഒന്ന് വിശ്വസിക്കേ പ്ലീസ്. താൻ ആദ്യം അതൊന്ന് നടത്തി കാണിക്ക്, എന്നിട്ട് തീരുമാനിക്കാൻ ഞാനത് വിശ്വസിക്കണോ വേണ്ടയോ.
ഇനിയെങ്ങാനും അർജുൻ ഒരു വാശിക്ക് ആ പെണ്ണിനെ വിളിച്ചോണ്ട് ഈ വീട്ടിലേക്ക് കയറി വന്നാലോ ഇന്ദു, അവന്റെ അച്ഛനെ വെല്ലുവിളിക്കാനായിട്ട്. എനിക്കെന്തോ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമെന്നൊരു പേടി. അങ്ങനെ വന്നാലേ നീ ഒരു വിളക്കെടുത്ത് അവളുടെ കയ്യിലോട്ടങ്ങ് കൊടുക്കണം. എന്നിട്ട് നല്ല അന്തസ്സായിട്ട് ദേ ഈ വീട്ടിലെ മരുമോളായിട്ട് സ്വീകരിക്കണം. അതാ വേണ്ടത്. ശ്ശേ, അതെ, അമ്മ ഈ പറഞ്ഞത് തന്നെയാണ് ന്യായം. ഉം. പക്ഷേ അവളില്ലാതെ ഇങ്ങോട്ടില്ലാന്ന് പറഞ്ഞിട്ടാ അവൻ പോയത്. ഫോൺ വിളിച്ചിട്ടാണെങ്കിൽ എടുക്കുന്നുമില്ല. ഇനിയിപ്പോ അതിനായിട്ട് ആരും മെനക്കെടണമെന്നില്ല. നക്കി തിന്നാൻ നല്ലുപ്പില്ലെങ്കിലും വലിയ അഭിമാനി അഡ്വക്കേറ്റ് അഞ്ജലി. ഇവിടെ ഉള്ളവരുടെ ആട്ടും തുപ്പും അപമാനവും ആവോളം കിട്ടിയ സ്ഥിതിക്ക് അവൾ ഇനി ഈ വഴിക്ക് വരുമെന്ന് ആരും കരുതണ്ട. അവള് വരാതെ അർജുൻ ഇങ്ങോട്ട് മടങ്ങി വരുമെന്നും കരുതണ്ട. ഇതേ കേസ് കയ്യിന്ന് പോയി. ദേവര് മടങ്ങി വന്നു. അച്ഛയുടെ പെണ്ണുമ്പിള്ളം കുട്ടിയെ തിരിച്ചെത്തിയത്. ഇനി ക്ലൈമാക്സാ. അതിനു മുമ്പ് വില്ലനെ ഇറക്കിയേ പറ്റൂ. എന്തിനാടി നീ ഇപ്പൊ വീണ്ടും ഇങ്ങോട്ട് വലിഞ്ഞു കയറി വന്നത്? ഓ, വലിയ തെറ്റുതിരുത്തലൊക്കെ പ്രഖ്യാപിച്ചിട്ട് പോയതല്ലേ, എന്നിട്ടിപ്പൊ എന്തു പറ്റി? എന്റെ അമ്മോ, പോയ പോക്ക് കണ്ടപ്പോ ഞാൻ കരുതി ഇന്നിവിടെ ഭൂമി ഉരുങ്ങി മറിഞ്ഞു കളയുന്നു. കുഞ്ഞമ്മേ പ്ലീസ്,
ഞാൻ റിക്വസ്റ്റ് ചെയ്ത് വിളിച്ചിട്ട് അഞ്ജലി തിരികെ വന്നത് എന്നെ വിശ്വസിച്ച്. ഇവളിനി എനിക്കൊപ്പം കഴിയും ഈ വീട്ടില്. അതിനെനിക്ക് ആരുടെ അനുവാദം ആവശ്യമില്ല. എന്റെ സ്വന്തം തീരുമാനം അത്. എന്നാ നീ മാത്രം അങ്ങ് പറഞ്ഞാ മതിയോ? പിന്നെ ആര് പറയണം? പഞ്ചായത്ത് മെമ്പറുടെ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചോണ്ടോ? ഇത് നല്ല പാടേ. അതെ, രാഘവനുണ്ണി ഇവിടുത്തെ വലിയ ഗ്രഹനാഥനൊക്കെ ആണെങ്കിലും ഞാൻ ഇപ്പോഴും ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്. ഞാൻ അവന്റെ അമ്മയാ. എനിക്കും എടുക്കാൻ ചില തീരുമാനങ്ങളും. എന്നാലും എന്റെ ഒരു തലയിലെഴുത്ത് നോക്കണേ. രാഷ്ട്രീയത്തിൽ എത്രയെത്ര താപ്പാനകളെ പുഷ്പം പോലെ ഒതുക്കിയിട്ടുള്ളവനാ ഈ കുറിപ്പ്. എനിക്കൊരു കല്യാണം നേരെ ചെവ്വേ നടത്താൻ പറ്റിയില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ്. ഇങ്ങനെയൊക്കെ സംഭവിക്കണമെന്നായിരിക്കും നമ്മുടെയൊക്കെ വിധി. ഏതായാലും സംഭവിച്ചു കഴിഞ്ഞു. ഇനി എന്ത് എന്നുള്ളതിനാണ് പ്രാധാന്യം. ഞാൻ പറഞ്ഞല്ലോ, അർജുൻ കാവ്യ വിവാഹത്തെക്കുറിച്ച് മറ്റാരും ചിന്തിക്കാത്ത തരത്തിലുള്ള ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ടെന്ന്. അങ്കിൾ, ഞങ്ങളോട് ഒരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കല്ലേ, അതിനിടയിലേക്കാണോ കയറി വരുന്നത് വെറുതെ ഡിസ്റ്റർബ് ചെയ്യാനായിട്ട്? അയ്യോ സോറി അങ്കിൾ, സോറി. ചെറിയൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു. ജസ്റ്റ് മിനിറ്റ്, ഒരു കാര്യം പറയാനാ. കുറുപ്പേ, ഒരു മിനിറ്റ്, താനിവിടെ വെയിറ്റ് ചെയ്യേ. ഞാനിതാ വരുന്നു. വാ. ഹലോ മോഹൻജി, കൈസേ ഹോ ആപ്? ഇവിടിപ്പം ഞാനും അമ്മയും രമ്യയും ദേ ഈ പിള്ളേരും നിന്റെ കൂടെ തന്നെ ഉണ്ട്. നീ അവളെയും കൊണ്ട് കേറി വാടാ മോനെ ധൈര്യമായിട്ട്. ഒരു ആരതിയും വേണ്ട, ഒരു മണ്ണാങ്കട്ടയും വേണ്ട. അതൊക്കെ പഴയ ചടങ്ങ്. എന്താ ഇവിടെ? രാഘവേട്ട, കണ്ടില്ലേ നമ്മുടെ മോൻ ചെയ്തു വെച്ചിരിക്കുന്ന വേല? അവനാ അഞ്ജലിയെ അങ്ങനെ നീ ഉദ്ദേശിച്ചത് എല്ലാം എളുപ്പം അങ്ങ് നടക്കോ കൊച്ചേ? മൈൻഡ് യുവർ വേർഡ്സ് മിസ്റ്റർ. അയ്യോ, ഞാൻ നിങ്ങളുടെ മോളും ജൂനിയറും ഒന്നും അല്ല എടി പോടി എന്നൊക്കെ വിളിക്കാൻ. ഐ ഹാവ് മൈ ഓൺ നെയിം, അഞ്ജലി, അഡ്വക്കേറ്റ് അഞ്ജലി. അതാ എന്റെ പേര്.
അങ്ങോട്ട് പറയാം. ദാ ഇവിടെ ഈ കോടതിയെ സാക്ഷി നിർത്തി ഞാൻ അഡ്വക്കേറ്റ് രാഘവനുണ്ണിയെ വെല്ലുവിളിക്കുക. കാർത്തിക് പത്മ കേസിൽ അഡ്വക്കേറ്റ് അഞ്ജലി അഡ്വക്കേറ്റ് രാഘവനുണ്ണിയെ തോൽപ്പിച്ചാൽ മേലിൽ ഈ കോടതിയിൽ സാർ കാല് കുത്തില്ലെന്ന് എനിക്ക് വാക്ക് തരണം. എന്താ പറ്റോ? അപ്പോഴല്ലേ അറിയാൻ പറ്റൂ ആർക്കാ പുതിയ ജോലി തേടേണ്ടി വരിക. ശരി, മറിച്ചാണെങ്കിൽ അഡ്വക്കേറ്റ് അഞ്ജലിക്ക് സമ്മതമാണോ ഈ കരാർ? തീർച്ചയായും ഞാൻ റെഡി. ശരി, എങ്കിൽ ഈ വെല്ലുവിളി ഞാൻ ഏറ്റെടുക്കുന്നു. ചാലഞ്ച്. ചാലഞ്ച്. Congratulations. ഇപ്പോഴാടാ നീ എന്റെ മോനായത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ നീ ചെയ്തു. രാഘവേട്ട, ഇവൻ വിശദീകരണങ്ങൾ വേണ്ട. ഇതൊരു വിവാഹം കഴിഞ്ഞുള്ള വരവാണ്. ആരതി ഒഴിഞ്ഞു വേണം വധുവരന്മാരെ അകത്തേക്ക് പ്രവേശിപ്പിക്കാൻ. അനുപമ മതി ഇവരാരതി ഒഴിയാൻ. അനുപമ മതി ഇവരാരതി ഒഴിയാൻ. വേഗം ചെന്നെടുത്തോണ്ട് വാ. സമയം കളയല്ലേ, വാ. ചെല്ലേ. ഏട്ടാ, ഏട്ടൻ തന്നെയാണ് ഈ പറയുന്നത്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതെ, ഞാനും അതാ ആലോചിക്കുന്നത്. ഈ നിൽക്കുന്നത് എന്റെ മൂത്ത മകൻ രാഘവനുണ്ണി തന്നെയാണോന്ന്. സംശയിക്കണ്ട, ഇത് രാഘവനുണ്ണി തന്നെയാണ്. ഞാൻ പറഞ്ഞത് എന്റെ തീരുമാനങ്ങളുമാണ്. ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് ഈ രാഘവൻ ഇത് എവിടെ പോയി കിടക്കുക? വന്നല്ലോ.
ഇനി നിങ്ങൾ പെണ്ണുങ്ങൾ എല്ലാവരും കൂടി ഒപ്പം ചേർന്ന് വേണം ഈ ചടങ്ങ് ചെയ്യാൻ. ഇനി നിന്റെ ജീവിതം കോടതി വരാന്തയിലല്ല, ഇവിടെ ഈ ശംഖുചക്രത്തിന്റെ അടുക്കള വരാന്തയിൽ. ഇന്ന് വെച്ച അർജുനെ അഡ്വക്കേറ്റ് അഞ്ജലി സ്വന്തമാക്കിയെന്ന്. വാട്ട്?